എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. വേദയുടെ അച്ഛനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുക. ഈ സമയത്ത് വേദ വിക്രമിനോടൊരു സഹായം ആവശ്യപ്പെടുന്നുണ്ട്. വിക്രമാണെങ്കിൽ അതിനു മുൻപിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിന്റെ അച്ഛനെയൊക്കെ രക്ഷിക്കാം, പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. എന്താ വിക്രം, ഞാൻ എന്ത് വാക്ക് വേണേ തരാം. എൻ്റെ അച്ഛനെ ഒന്ന് രക്ഷിച്ചു കൊണ്ടുവന്നാൽ മതി. വീട്ടില് അമ്മയും മുത്തശ്ശിയൊക്കെ വലിയ സങ്കടത്തിലാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറയട്ടെ, നിന്റെ അച്ഛനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നാലേ നീ ഈ വീടിന്റെ പടി ഇറങ്ങണം. എന്നേക്കുമായിട്ട് ഈ താലി എൻ്റെ കയ്യിൽ ഊരി തന്ന് നിന്റെ പാട് നോക്കി ഇറങ്ങിപ്പോവണം. പറ്റുമോ? ശരി, ഞാൻ ചെയ്യാം. വിക്രമിന്റെ വാക്ക് കേട്ട് സങ്കടത്തോടു കൂടി വേദ അതിന് സമ്മതിക്കുവാണ്. വിക്രം പറഞ്ഞ പോലെ തന്നെ അച്ഛനെ രക്ഷിച്ചു കൊണ്ടുവരികയും വേദയെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നുമുണ്ട്. താലി തിരികെ ചോദിച്ചപ്പോൾ വേദ ഒരിക്കലും അത് തരില്ല എന്ന് പറഞ്ഞു. ഈ താലിയുടെ പേര് പറഞ്ഞ് ഇനി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്ന് ഉറപ്പ് കൊടുത്ത് വേദ വീടിന് പടിയിറങ്ങുവാണ്. കമലയാണെങ്കിലും ശ്രീജയാണെങ്കിലും സങ്കടത്തിലാണ് നിൽക്കുന്നത്. വിക്രമിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് വേദ കയറി ചെല്ലുന്നത്. ഈ സമയത്ത് എല്ലാവരും പുറത്തു തന്നെ ഉണ്ടായിരിക്കും. വേദയെ കാണുന്നതും അമ്മയും മുത്തശ്ശിയും ചേർന്ന് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ പറ്റിയേ? എവിടെ വിക്രം? എവിടെ? ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇത് കേൾക്കുന്നതും അച്ഛന് വലിയ സന്തോഷമാവുന്നുണ്ട്. എന്നാലും വർഷ പറയുന്നുണ്ട്, അതെന്താ, നീ ഈ വീടിന്റെ പടി കയറണമെങ്കിൽ കഴുത്ത് കിടക്കുന്ന ആ താലി പാടില്ല എന്ന് പറഞ്ഞതല്ലേ? വീണ്ടും നീ ആ വാക്ക് കേൾക്കാതെയല്ലേ കയറി വന്നിരിക്കുന്നേ? വേദിയുടെ അച്ഛൻ പറയുന്നുണ്ട്, വർഷേ മതി, അവളെല്ലാം ഉപേക്ഷിച്ച് വന്നു എന്നാ പറഞ്ഞത്. ഇനി ഇതിന്റെ പേരിൽ അവളെ ചോദ്യം ചെയ്യണ്ട. മോൾ ഉള്ളിലോട്ട് കയറ് എന്നും പറഞ്ഞ് അച്ഛൻ തന്നെ വേദയെ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട്. വിക്രമാണ് തന്നെ രക്ഷിച്ചതെന്ന് അവിടെ ആരോടും തന്നെ അച്ഛൻ പറഞ്ഞു കാണില്ല. അതുകൊണ്ട് വിക്രമിനോട് ചെറിയൊരു സ്നേഹം വേദയുടെ അച്ഛന് തോന്നുന്നുണ്ട്. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം കളഞ്ഞാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് വേറെ ആരും അറിയുന്നുണ്ടായിരിക്കില്ല. വേദി അങ്ങനെ സങ്കടത്തിലിരിക്കുമായിരിക്കും. എന്നാൽ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും പ്ലാന് വീണ്ടും ദർശനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാം എന്നായിരിക്കും. ദർശനെയും അച്ഛനെയും അമ്മയെയും ഒക്കെ വർഷ വിളിച്ചു വരുത്തുന്നുണ്ട്. വേദ വീണ്ടും എല്ലാം ഉപേക്ഷിച്ച് തിരികെ എത്തിയിരിക്കുക. എത്രയും വേഗം ദർശനുമായിട്ടുള്ള കല്യാണം നടത്തണം എന്നെല്ലാവരും പ്ലാൻ ചെയ്യാം. ദർശൻ അങ്ങനെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ ദർശനോട് സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരിക്കില്ല. ശ്രീകാന്ത് ദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അവളുടെ അടുത്ത് പോയി സംസാരിക്കുക. അവൾക്ക് നിന്റെ സംസാരം കേൾക്കുമ്പോൾ കുറച്ച് സമാധാനാവും. നീ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്ക് എന്നൊക്കെ ദർശൻ്റെ അടുത്ത് പറയുന്നു. വേണ്ട ഏട്ടാ, അതിൻ്റെ ആവശ്യമില്ല. അവളൊന്ന് ഫ്രീ ആവട്ടെ, അതിനുശേഷം അവൾ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചോളും, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ദർശൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാ വേദയെ പറഞ്ഞു വിട്ട കാര്യം വിക്രമിന്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ അറിയുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ വീട്ടിലോട്ട് കയറി വരിക. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. കമലയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ തോന്നുന്നുണ്ടായിരിക്കില്ല. എന്തായാലും ഇങ്ങനെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ മകൻ ഇങ്ങനെ നിർത്തുന്നത് നല്ലതല്ല. വിക്രമിനെ വേഗം പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അത് ഈ വീടിന് തന്നെ ദോഷ എന്നൊക്കെ പറഞ്ഞ് അവരിറങ്ങി പോകുന്നുണ്ട്. എന്നാ അത് കാര്യമായിട്ട് തന്നെ കമല ചിന്തിക്കുന്നുണ്ട്. വേദ പോയി ഇനി വിക്രമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് കമല ശ്രീജയോട് പറയുന്നുണ്ട്. എന്താ അമ്മേ, അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയ്ക്ക് വേദയെ മറക്കാൻ പറ്റുമോ? അവളെ മറന്നിട്ടല്ല. നിനക്കറിയാലോ, വിക്രമിന് കല്യാണം കഴിച്ച മുതലേ അവളെ ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. ആ രാധയാണെങ്കിൽ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ കുട്ടിയെ തന്നെ മരുമകളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാ ഏറ്റവും നല്ലത്. കമല അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണ്. നന്ദിനിയാണെങ്കിൽ വേദ എന്നേക്കുമായിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം രാധയോട് പറയാനായിട്ട് പോകുന്നുണ്ട്. രാധയാണെങ്കിൽ ഓട്ടോയിൽ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക. നന്ദിനിയെ കാണുന്നതും, ആ ഏട്ടത്തിയോ, ഏട്ടത്തി എന്താ ഈ വഴി? എനിക്ക് നീ ആദ്യം ഒരു ജ്യൂസ് വാങ്ങിത്താ, നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്ത് സന്തോഷ വാർത്ത? ജ്യൂസൊക്കെ ഞാൻ വാങ്ങിത്തരാം. ആദ്യം എന്താ സന്തോഷ വാർത്ത എന്ന് പറ. മോളെ, നമ്മുടെയൊക്കെ ശല്യായ ആ വേദ എന്നേക്കുമായിട്ട് വീട് വിട്ട് ഇറങ്ങി. ഇനി ഒരു ബന്ധുവില്ല എന്നും പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാ അവള് പോയത്. സത്യാണോ? സത്യമായിട്ടും ഇതാ ഈ കൈ കൊണ്ടാ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തത്. എൻ്റെ ഏട്ടത്തി, ഇപ്പോഴാണ് എനിക്ക് സമാധാനായത്. ഏട്ടത്തിക്ക് ഇനി ജ്യൂസല്ല, നല്ല ബിരിയാണി തന്നെ ഞാൻ വാങ്ങിച്ചു തരാം. വണ്ടി കയറ്, ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം എന്നും പറഞ്ഞ് നന്ദിനിയും രാധയും കൂടെ ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്.
പിന്നീടായിട്ട് നമ്മുടെ കമല എങ്ങനെയെങ്കിലും ഇക്കാര്യം വിക്രമിന്റെ അടുത്ത് പറയണ്ടേ. വിക്രമിന് രാധയോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. എന്നാ വിക്രമിനെ എങ്ങനെയെങ്കിലും രാധയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അതിനായി വിക്രമിനെ കാത്ത് രാത്രി കമല ഇരിക്കുന്നുണ്ടായിരിക്കും. ശ്രീജയ്ക്ക് മാത്രമേ ഇക്കാര്യം അറിയൂ. മാഷിനോട് പോലും കമൽ ഇത് പറഞ്ഞു കാണില്ല. വിക്രം വരുന്നതിന് തൊട്ടു മുൻപ് നന്ദിനി പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലോട്ട് വരുന്നുണ്ട്. അമ്മേ, ഭയങ്കര നടുവേദനയോ? ആ പാത്രങ്ങളെല്ലാം കഴുകിയതേ ശ്രീജയാ. നീ അതെടുത്ത് ഇവിടെ കൊണ്ടുവച്ചേ ഉള്ളൂ. പിന്നെ അതെടുത്ത് ഞാൻ ഇതുവരെ കൊടുന്നില്ലേ? ഏട്ടത്തിക്ക് അത് കഴുകാൻ പറ്റുവച്ചാലേ അതിവിടെ കൊണ്ടുവന്ന് വെച്ചൂടെ? അതെന്തിനാ എന്നോട് ചെയ്യാൻ വേണ്ടി പറയുന്നേ? നീ ഒരു കാര്യം ചെയ്യ, പാത്രങ്ങളൊക്കെ തുടച്ചു വെക്കാനോ? അതൊക്കെ തന്നെ ഇരുന്ന് ഉണങ്ങിക്കോളും. അതൊന്നും പറ്റില്ല, അതിലെ വെള്ളപ്പാടുകൾ വരും. അതുകൊണ്ട് എല്ലാം തുടച്ചു വെക്കണം എന്നും പറഞ്ഞ് നന്ദിനിക്ക് പണി കൊടുക്കുക.